നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. നിന്റെ വാക്ക് വിശ്വസിച്ച് ഞാൻ വക്കീലിനോട് ഇതിനെപ്പറ്റി സംസാരിക്കാതെ ഇരിക്കില്ല. ആയിക്കോട്ടെ, എന്നാ വേഗം ചെന്ന് സംസാരിച്ചോ. ഇപ്പോഴോ? നാളെ രാവിലെ പോവാം. എന്തിനാ കാര്യങ്ങൾ വെറുതെ വെച്ച് നീട്ടുന്നേ? അതെ, ഈ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്കൊന്ന് അവതരിപ്പിക്കണ്ടേ? ഒന്ന് മാനസികമായിട്ട് തയ്യാറെടുത്തിട്ട് വേണം പോവാൻ. രാവിലെ എഴുന്നേറ്റ് നേരെ മുകുന്ദന്റെ വീട്ടിൽ പോയി കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടേ ഞാൻ കോളേജിലേക്ക് വരൂ. നാളെ രാവിലെ വരെ നിനക്ക് സമയമുണ്ട്. അതിനുള്ളിൽ വക്കീലുമായി സംസാരിച്ചോണം. ഇല്ലെങ്കിൽ വെറുതെ എന്റെ വഴിക്ക് വരരുത്. ഓക്കെ. ചാച്ചു, ഇരിക്ക്. സൈക്കാട്രിസ്റ്റിനെയൊക്കെ കണ്ടിട്ട് എന്തായി? ശാലിനിയുടെ കാര്യത്തിൽ വല്ല പ്രതീക്ഷയുണ്ടോ? ഡോക്ടർ നിന്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞപ്പോ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ അത്യാവശ്യം വിവരമൊക്കെ ഉള്ള ആളാ. ശാലിനിക്ക് നല്ല മാറ്റമുണ്ട്. എന്തായാലും അവള് ഡിപ്രഷനിലേക്കൊന്നും വഴുതി വീഴൂല. അപ്പോ എന്നെ കൊണ്ട് അവൾക്കൊരു ഉപകാരം ഉണ്ടായല്ലേ? അത് കേട്ടാ മതി. എന്താടാ, ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ? അതെ, ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാ. ചാച്ചു അടക്കം എല്ലാവരും ഞാനൊരു തോൽവിയാണെന്ന് പറഞ്ഞ് നടന്നവരല്ലേ. എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലെന്നും ഗിരിയെ കണ്ട മുട്ടയിടിക്കുന്നവനാണെന്നും ഒക്കെ അല്ലേ ചാച്ചു എന്നെ കുറിച്ച് പറഞ്ഞത്. അതിലിപ്പോ തെറ്റൊന്നുമില്ലല്ലോ. നിനക്കവനെ പേടിയല്ലേ? അത് മാത്രമല്ലല്ലോ ചാച്ചു പറഞ്ഞത്.